ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും. എന്നാൽ ഈ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നാമത്തേത് ഡിസ്ട്രക്റ്റീവ് അപ്രോച്ച്. എനിക്കിത് വന്നല്ലോ എന്ന് ആലോചിച്ച് വിധിയെ പഴിച്ച് ഒന്നും ചെയ്യാതെ പാസീവായിട്ടിരിക്കുന്നതാണ് ഡിസ്ട്രക്റ്റീവ് അപ്രോച്ച്. അത് ഈസിയായ ഒരു അപ്രോച്ചാണ്. രണ്ടാമത്തേത് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്. പ്രതിസന്ധികളെയും ഇൻസൾട്ടുകളെയും പരാജയങ്ങളെയും എല്ലാം ചവിട്ടുപടിയായി കണ്ട് ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനെയാണ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു ജീവിത കഥയിലൂടെ നമുക്കിതിനെ കൂടുതൽ മനസ്സിലാക്കാം. കുട്ടികളുടെ ഫാൻറ്റസി നോവൽ സീരീസായ ഹാരി പോട്ടറിനെ പറ്റി കേൾക്കാത്തവരില്ലല്ലോ. ഇതിൻ്റെ എഴുത്തുകാരിയായ JK റൗളിങ്ങിൻ്റെ ജീവിതം നമുക്കൊന്ന് പഠിക്കാം. 1965 ബ്രിട്ടനിലാണ് JK റൗളിംഗ് എന്ന ജോആൻ റൗളിംഗ് ജനിക്കുന്നത്. ജോആൻ റൗളിംഗ് കടന്നുപോയത് വളരെയധികം യാതനകൾ നിറഞ്ഞ ഒരു ജീവിതമാണ്. ചെറുപ്പം തൊട്ടേ എഴുത്തിനോട് കമ്പമുണ്ടായിരുന്ന JK റൗളിംഗ് വെറും 6 വയസ്സുള്ളപ്പോഴാണ് തൻ്റെ ആദ്യ കഥ എഴുതുന്നത്. പിന്നീട് പഠിച്ച് ഒരു ചെറിയ സ്ഥിരമല്ലാത്ത ജോലി നേടി. 1990 ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് ഹാരി പോട്ടറിൻ്റെ ഐഡിയ JK റൗളിങ്ങിൻ്റെ മനസ്സിൽ ഉദിക്കുന്നത്. തുടർന്നുള്ള 7 വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കിയതായിരുന്നു. അമ്മയുടെ മരണം, ആദ്യത്തെ കുഞ്ഞിൻ്റെ ജനനം, ഹസ്ബൻഡുമായുള്ള ഡിവോഴ്സ് എന്നിങ്ങനെ പല പ്രശ്നങ്ങളും അവരെ വേട്ടയാടി. ഇതിനിടയിൽ സ്ഥിരമല്ലാതിരുന്ന അവരുടെ ജോലിയും അവർക്ക് നഷ്ടപ്പെട്ടു. കടുത്ത ദാരിദ്ര്യത്തിലായ റൗളിംഗ് കുഞ്ഞിനെയും കൊണ്ട് സ്കോട്ട്ലൻഡിലേക്ക് താമസം മാറി. നിർധനരായ ആൾക്കാർക്ക് സർക്കാർ നൽകുന്ന ധനസഹായം കൊണ്ട് ജീവിതം ചെറുതായി മുന്നോട്ട് പോകാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ഡിപ്രഷൻ എന്ന വിഷാദ രോഗവും പിടിപെട്ടു. ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയ റൗളിംഗ് ചികിത്സ തേടി. 9 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവിതം ചെറുതായി പച്ചപിടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഹാരി പോട്ടറിൻ്റെ എഴുത്തും തുടങ്ങി. ഹാരി പോട്ടർ സീരീസിൻ്റെ ആദ്യ പുസ്തകമായ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോണിൻ്റെ ആദ്യത്തെ 3 ചാപ്റ്റർ ഇതിനോടകം റൗളിംഗ് എഴുതി തീർത്തിരുന്നു. തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഈ 3 ചാപ്റ്ററുമായി പല പബ്ലിഷേഴ്സിനെയും അവർ സമീപിച്ചു. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഈ പുസ്തകം ഒരിക്കലും പ്രസിദ്ധീകരിക്കപ്പെടാൻ പോകുന്നില്ല, നീ ഒരിക്കലും ഒരു എഴുത്തുകാരിയാവുകയില്ല എന്നൊക്കെയായിരുന്നു റൗളിങ്ങിന് കിട്ടിയ മറുപടി. എന്നാൽ അവർ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. 13ാമത്തെ പബ്ലിഷറായ ബ്ലൂംസ്ബറിയെ അവർ സമീപിച്ചു. അവർ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചു. 1997 ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം JK റൗളിങ്ങിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1997 മുതൽ 2007 വരെ ഹാരി പോട്ടറിൻ്റെ 7 സീരീസ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹാരി പോട്ടർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട പുസ്തക പരമ്പരയായി മാറി. ഏകദേശം 600 ദശലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞു. ഇത് 85 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. തളരാതെ മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് JK റൗളിങ്ങിന് ഇതൊക്കെ സാധ്യമായത്. പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഓരോ പരാജയവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായവയെ ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗമാണെന്ന്. അതുകൊണ്ട് ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇൻസൾട്ടുകളും പരാജയങ്ങളും വരുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പാതയാണെന്ന് മനസ്സിലാക്കി വിജയത്തെ കൈയെത്തിപ്പിടിക്കാൻ ശ്രമിക്കണം. എനിക്കെന്തിനിത് വന്നു എന്ന് പറയാതെ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റി എന്ന് പറയണം. എല്ലാവരും വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ടേക്ക് കെയർ.